T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടി. ഇനി ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ചാമ്പ്യൻസ് ട്രോഫിയാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ മത്സരക്രമം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ പോയിട്ട് കളിക്കേണ്ടി വരും. ഇപ്പോഴിതാ BCCI വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകില്ല. പകരം ഇന്ത്യയുടെ കളി ശ്രീലങ്കയിലോ ദുബായിലോ വെച്ചിട്ട് നടക്കും. പക്ഷേ ഇതിനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമ്മതിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും പോകില്ലെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ പോവില്ലെന്ന് അറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാകിസ്ഥാനിൽ സുരക്ഷാ ഭീഷണിയുണ്ട്. അതുകൊണ്ട് അവിടേക്ക് കളിക്കാൻ പോകാൻ ആർക്കും തന്നെ താല്പര്യമില്ല. ഇന്ത്യ പിന്മാറിയപ്പോൾ ഓസീസ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ടീം പിന്മാറുകയാണെങ്കിൽ ഞങ്ങളും പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോവില്ല. അവിടെ കളിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. ഇന്ത്യയുടെ തീരുമാനം നല്ലതാണ്. ഇന്ത്യ പറയുന്നത് പോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നിന്ന് മാറ്റണം. അതിനോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ദുബായിൽ വെച്ചിട്ട് നടത്തണം. ICC ഇക്കാര്യത്തിൽ ഇടപെടണം. പാകിസ്ഥാനിൽ വെച്ചിട്ട് ചാമ്പ്യൻസ് ട്രോഫി നടത്തരുത്. ഇന്ത്യയുടെ തീരുമാനം ശരിയാണെന്ന് ഓസീസ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. BCCI നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ല. അവിടെ പോയാൽ പിന്നെ തിരിച്ചു വരുമോ എന്നത് യാതൊരു ഉറപ്പുമില്ല. ICC കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി തന്നെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഒഴിവാക്കും. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോവില്ല. BCCI നിലപാട് അറിയിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെ ഇന്ത്യൻ ടീമിനെ അവിടേക്ക് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ BCCI ഉറച്ച നിലപാടിലാണ്. എന്തായാലും മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.